ഹലോ ഗായ്സ്, നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഡ്രസ് ഹണ്ടിലോട്ട് നമ്മൾ പോവുകയാണ്. നമുക്ക് നോക്കണം, പുതുമയൊന്നും ഉള്ള കാര്യമാണ്. അപ്പോൾ ആയിഷ ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ രാവിലത്തെ ഡ്രിങ്ക് നമ്മളൊരു ഡ്രിങ്ക് അങ്ങ് കുടിക്കുന്നുണ്ട്. അപ്പം ആ റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരാഴ്ചയല്ലേ കുടിച്ചു തുടങ്ങിയിട്ട്, ഒരാഴ്ചയായി. റിസൾട്ട് ഉണ്ടെങ്കിൽ പറയാം. നമ്മളപ്പം നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. നെയിൽസ് ചെയ്യണം, ഡ്രസ്സ് നോക്കണം, പിന്നെ പിന്നെ ഞാൻ 9 കിലോ കുറഞ്ഞില്ല. അതിൻ്റെ നമ്മളിന്ന് ആഘോഷിക്കുന്നതായിരിക്കും. ഞാൻ 76ആയിരുന്നു, ഇപ്പോൾ 67ആയി. ഇനി 1 കിലോ കൂടെ വെച്ച് 10 കിലോ. ഹായ്, ഞാൻ 1 കിലോ എന്തിനാ നെഗറ്റീവാണ്? നെഗറ്റീവ് ജിമ്മിനൊക്കെ ഉള്ളി പറക്കി എടുത്തോണ്ട് വരണം. സോ നമ്മളിന്ന് ട്വിന്നിങ് ഇടാൻ പറ്റും വിചാരിക്കുന്നു. എനിക്ക് കുറേ നാളായിട്ട് യെല്ലോ ഷർട്ട് ഇട്ടിട്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ളത്. അപ്പോൾ ബ്ലസ്സിക്കും യെല്ലോ ഷർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്വിൻ ചെയ്തിട്ട് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് അയൺ ചെയ്യണം. സോ റെഡി ആവണം, പിന്നെ കാണാം. നമ്മൾ റെഡി ആയിട്ട് വന്നിട്ട് ഔട്ട്ഫിറ്റ് കാണിച്ചാൽ ഓക്കെ. നമ്മളിപ്പോൾ റെഡിയായി, മഞ്ഞയായിട്ട് റെഡിയായി. നമ്മളിപ്പോൾ ആദ്യം നെയിൽസ് ചെയ്യാനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് നോക്കണം, ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഡ്രസ് ഇല്ലായിരുന്നു ഇതുവരെ, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ച്. ഇന്നത്തെ അരിഞ്ഞ രണ്ടുപേർക്കും സെയിം കളർ അല്ല, കളർ മാത്രം സെയിം മോഡല്, ഭയങ്കര സെയിം മോഡലാണ്. പക്ഷെ ആയിഷയുടെ കുറച്ച് ബാക്ക് ഇച്ചിരി കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അത് മിഡിലിൽ നിൽക്കുന്നത്. അപ്പൊ ആയിഷയ്ക്ക് ഒരു ഇന്നർ വാങ്ങിച്ചാൽ ചിലപ്പോൾ അത് ടാലി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നർ നോക്കാന്നാണ് വിചാരിക്കുന്നത്. അതേ സെയിം കളർ ഇങ്ങനെയാണെന്ന് നോക്കാം. ആ ഡ്രസ് കൊള്ളാം ഗൈസ്, പക്ഷെ നമുക്ക് ശരിക്കും നമ്മൾ സെയിം ആയിട്ട് നമ്മൾ ഇതുവരെ ഒരിടത്തും ഇട്ടിട്ടില്ല. ചുമ്മാ പൈസ കൊടുത്ത് മേടിച്ച് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഒരു പ്രാവശ്യം ടാലിയുടെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ടേ ഇല്ല. അപ്പൊ അത് നമുക്ക് നോക്കാന്നാണ് വിചാരിക്കുന്നത്. അതെ, അപ്പൊ ലെറ്റ്സ് സീ. നമ്മുടെ ഓക്കേ, ബൈ ബൈ ഗൈസ്. നമ്മൾ നെയിൽസ് ചെയ്യാൻ വന്നു. ആയിഷ സിറ്റിംഗ് ദെയർ. നമ്മൾ ഫ്രഞ്ച് ടിപ്സാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ വരുമെന്ന് അറിയാം. ചേട്ടനെ ഇഷ്ടപ്പെട്ട നമ്മൾ നെയിൽ ചെയ്ത് ഇറങ്ങി കഴിയും. ഫ്രഞ്ച് ടിപ്സ് ആണ് ഇതില്ല, കാണില്ല, വെളിച്ചില്ലാത്ത ഫ്രഞ്ച് ടിപ്സ് ആണ് നമ്മൾ ചെയ്തത്. സോ ഗൈസ്, നമ്മൾ നെയിൽസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്തുള്ള പോവുകയാണ്. എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് പോകണം ഗൈസ്. എനിക്ക് പുതിയ ID കാർഡിൻ്റെ ഫോട്ടോ എടുക്കണം. സോ അവിടെ പോയി ഒന്ന് യൂണിഫോം ഇട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകും. കാണില്ലേ? വെളിച്ചതുകൊണ്ട് പറഞ്ഞു നമ്മൾ ഫ്രഞ്ച് ടിപ്പാണ് ചെയ്തത്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പോഴാണ് സാധിച്ചത്. അങ്ങനെ എനിക്ക് ഇഷ്ടമായിട്ടാണ്, സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ പ്രാവശ്യം അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു. അത് ഇപ്പൊ ഇത് ചെയ്തത് അവിടെ അന്ന് ആയിഷ ചെയ്തിട്ടില്ലായിരുന്നു. അത് കൊള്ളായിരുന്നു. നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾ അവിടെ തന്നെ പോകുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പോയത്. പക്ഷെ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. നല്ല ഇനി കുറച്ച് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും അതൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ചെയ്യും, 1 month ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഒരു 4000 രൂപ സന്തോഷല്ലേ? ചെയ്യുമ്പോ കുഴപ്പമില്ല. നമ്മൾ ഈ പണിയെടുക്കുന്നതൊക്കെ നമ്മുടെ സന്തോഷമാണ്. സോ അതങ്ങനെ ടാലിയെ പൊക്കോളും. ഓക്കെ, നമ്മൾ കുറച്ച് സാധനം മേടിച്ച് കഴിക്കാനായിട്ട് വിശക്കും തുടങ്ങി. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഫോട്ടോ എടുത്ത് എനിക്ക് പുതിയ യൂണിഫോം ഒക്കെ കിട്ടി. ഇനി ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 3:45 നമ്മൾ വേറൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകാൻ വേണ്ടിയിരിക്കുന്നത്. അവിടെ 9 മണി വരെ ഉണ്ട്. നമ്മൾ ബ്ലൂ വാട്ടർ പോവാന്ന് വിചാരിച്ച് എന്തായാലും വെറുതെരിക്കാൻ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നും പണിയൊന്നുമില്ല. താമസിച്ചെന്താ വീട്ടിൽ വരാം. അതെ, അതാണ് നമ്മുടെ ഉദ്ദേശം. പോണതിന്റെ ഉദ്ദേശമേ താമസിച്ച് വീട്ടിൽ കയറണം എന്നതാണ്. കഴിച്ചിട്ടൊന്നുമില്ല. നമ്മള് ലിഡിൽ കയറിയിട്ട് സ്ട്രോബെറിയും കുറച്ച് ബേക്കറി കഴിച്ചല്ലാണ്ട് മറ്റേക്ക് പ്രോപ്പർ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെ മുതൽ. 4 മണിയായി. നമ്മൾ കുടിച്ചിട്ടൊന്നുമില്ല. എന്റെ ഡയറ്റിന്റെ ഭാഗമായിട്ട് ഞാൻ അത് കണ്ടത് ക്ഷമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കഴിക്കണം, മാളിക്കെല്ലാം കഴിക്കണം. നമ്മൾ അടുത്ത ബസ്സിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇവിടെ 4:50 എന്താണ് ബസ്സുള്ളത് അടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ബാക്കി കാണിച്ചു. നമ്മളെ മാളിൻ്റെ ഉള്ളെത്തി. ഇവിടെ M&Sൽ പുതിയതായിട്ട് സ്ട്രോബെറി സാൻഡ്വിച്ച് ലോഞ്ച് ആയി എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഇരിക്കുന്നു കുറച്ച്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എന്ന് തോന്നുന്നു. ഇല്ല, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. കഴിച്ചോ എന്തേലും ആദ്യം ഒന്ന് കഴിച്ചിട്ട് നമുക്ക് പിന്നെ സാധനം മേടിക്കാമെന്ന് വിചാരിക്കും. അല്ലാതെ നമ്മൾ വെറുതെ വന്നെയാണോ? നമ്മളിവിടെ M&Sൽ കണ്ട ഒരു ഓഫറാണ് ഗൈസ്. ഈ ഫുൾ ബാഗ് 35 പൗണ്ട്സേ ഉള്ളൂ. അതായത് നാട്ടിലെ 20,000 വർത്ത് പ്രോഡക്റ്റ്സ് ആണ്. ബട്ട് നമുക്ക് 3,500 റേഞ്ചിൽ കിട്ടും. എസ്റ്റൽ ഓർഡർ ഒക്കെ ഉണ്ട് ഗൈസ്. എസ്റ്റൽ ഓർഡർ ഇത് കൊള്ളാം. നാൻഡോസ്. ഇത് എന്ത് ടൈപ്പ് റെസ്റ്റോറൻ്റ് ആണ്? ആഫ്രിക്കനാണ്, പക്ഷെ നമ്മുടെ ഒരു സ്പൈസ് ലെവൽ ടച്ചൊക്കെ ഉണ്ട് കൈസ്. ആളുള്ള ടേബിളിൽ മാത്രമേ അവർ കോഴിയെ വെക്കൂ. ബാക്കി വേറെ ആളില്ലാത്ത ടേബിളിലൊന്നും അവർ കോഴിയെ വെക്കൂല. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ ഇതായിരിക്കും. ഹോൾ ചിക്കൻ. ഇത് പെരിപ്പെരിയാണോ? പെരി ഹോൾ ചിക്കൻ. ചിക്കൻ ഇത് സ്പൈസ് ലെവലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ ഇവിടെ അതേപോലെ ഡ്രിങ്ക്സ് മേടിച്ചാൽ നമുക്ക് ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് മേടിച്ചിട്ട് ബാക്കി എല്ലാവരും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. മീഡിയം. നിനക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോ. നിനക്ക് ഇഷ്ടമുള്ള പോലെ. നിനക്ക് നല്ല എരിവ് വേണ്ടേ? സോസിൽ ബാലൻസ്. ഓക്കെ, ബില്ലടിച്ച ശേഷം നമ്മൾ തന്നെ കട്ട്ലറീസ് എടുക്കും. സോസ് ഏതൊക്കെ വേണം? കട്ട്ലറീസ് എല്ലാം രണ്ടും. പൈസ വേണ്ടേ? ഓക്കെ, ഫുഡ് വന്ന് അടുത്ത് കഴിച്ചിട്ട് വരാം. ഭയങ്കര വിശപ്പ്. നമ്മൾ വെറുതെ കീക്കോയിൽ കയറി. മിക്കതിനും 30% ഓഫുണ്ട്. ഇവരുടെ ബേസ് സ്കിൻ സാധനങ്ങളൊക്കെ നല്ലതാണ്. ഇതൊക്കെ നല്ലതാണ്. ഇവരുടെ ഹൈഡ്ര പ്രോഗോ നല്ലതാണ്. ഇത് ഞാൻ കയ്യിലിട്ടിട്ടുണ്ട്.
ഷോപ്പ് 2. പിന്നെ ബർഷ്കയാണ് നമ്മുടെ ബർഷ്കയിൽ പോയി നോക്കാം. ഇവിടെ ഈ സെയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതോ ഡ്രസ്സ് കിടപ്പുണ്ട്. ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. കഴിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാവും തോന്നുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എടുക്കുന്നില്ല. ബസ്സിൽ നോക്കട്ടെ. സെഫോറ നമ്മൾ കീക്കോയിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ച് ബർഷ്കേന്ന് കൊടുത്തൊന്നും മേടിച്ചിട്ടില്ല. ഇവിടെ ഒരു പുതിയൊരു ഹുഡ ബ്യൂട്ടിയുടെ പെൻ ലിപ്സ്റ്റിക് ഇറങ്ങി ലോഞ്ച് ആയായിരുന്നു അല്ലേ? അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ ലിപ്പ് ഓയിലൊക്കെ ഓൾറെഡി ഫേമസ് ആണ് ജീസൂര്. എൻ്റെ ഫേവറേറ്റ് എന്നും ഹ്യൂഡയാണ് ഗൈസ്. ഞാൻ ഇതുവരെ നിങ്ങൾക്കൊരു റെക്കമെൻഡേഷൻ തരാം. ഹ്യൂഡയുടെ ഈ മാംഗോ ഷെയ്ഡിലുള്ള കറക്റ്റർ നല്ലതാണ് നമ്മുടെ സ്കിൻ ടോണിൽ. ഈ ഷെയ്ഡ് നല്ലതാണ്. പിന്നെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇതാണ്, നല്ലതാണ്. ഈസി ബ്ലർ. ട്രൈ ചെയ്തോ കയ്യില്? ഓക്കെ. അപ്പൊ ആ പെന്ന് വന്നിട്ടില്ലേ ഇവിടെ? ഇല്ല, പെന്ന് ലോഞ്ച് ആയിട്ട് വന്നിട്ടില്ല. ആ അതാണെന്ന് തോന്നുന്നു. ആ അത് തന്നെ ഗൈസ്, അത് തന്നെ പുതിയ പെണ്ണാണ്. ബ്രൗൺ, ഭയങ്കര ബ്രൗൺ. ഇതൊന്നല്ല ബ്രൗൺ, പിങ്ക് എടുത്ത് നോക്കി. ചിലപ്പോ കുറച്ച് ഡാർക്ക്. ഭയങ്കര പിങ്ക്. ഒന്നും നമുക്ക് ഇത് ലിപ് ലൈനർ ആയിട്ട് യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടാൽ നല്ലതായിരിക്കും. കേട്ടോ, കൂടെ ഇട്ടേക്കും പോലെ ഇരിക്കും. ബ്ലഷിലൊന്നും വലിയ ഇതില്ല. നാസിന്റെ കൺസീലർ ഞാൻ എടുക്കാം എന്ന് തീരുമാനിച്ച് ടെസ്റ്ററൊക്കെ ഇട്ട് ഞാൻ വീട്ടിൽ നിന്ന് തീരുമാനിച്ചൊക്കെ വന്നതായിരുന്നു. ഭാഗ്യം തന്നെ ഷെയ്ഡില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 3000 രൂപ ഉണ്ടത് രക്ഷപ്പെട്ടു. ബ്രഷ് ആയിരുന്നു. ഇതിപ്പോ പുതിയതാണോ? നമ്മൾ മേടിച്ചപ്പോ അതന്നെ. അതിലിട്ട് ബ്ലഷ് ഒക്കെ കൊണ്ട് നടക്കാം. ബെനിഫിറ്റ് ആണെന്ന് എല്ലാവരും അറിയും. അതാണ് മെയിൻ ഗുണം. എനിക്ക് ഇതൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കറിയാം. കോണ്ടൂർ എന്ന് പറയുമ്പോഴേ എല്ലാവരും ഇതാണ് ഉപയോഗിക്കുന്നത്. അറിഞ്ഞൂടാ. നെക്സ്റ്റ് ടു ഫേസ്ഡ് സെഫോറ. ടു ഫേസ്ഡിൻ്റെ ഫൗണ്ടേഷനൊക്കെ നല്ലതാണ്. നമ്മളപ്പോൾ ഒന്നും മേടിച്ചില്ല ഗൈസ്. സെഫോറയിൽ കയറി പക്ഷേ നമുക്ക് ഞാൻ ഒന്നും മേടിക്കണ്ടായിരുന്നില്ല. അല്ലെങ്കിലും പ്ലസ്ക്ക് നാസിൻ്റെ കൺസീലർ നന്നായി ഇഷ്ടപ്പെട്ടു. ഈ റീൽസിൽ കണ്ട് ഓൾറെഡി ഞാൻ നോക്കി വെച്ചിട്ടാണ് വന്നത്. ഞാൻ മേടിച്ചിരുന്ന ഗൈസ്. വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവസാനം ഞാൻ കുറച്ച് മോട്ടിവേഷനെ കൊടുത്ത് ഷെയ്ഡ് ഉണ്ടാകും ഞാൻ പോയി ചോദിച്ചപ്പോഴേക്കും ചോക്കോട്ടെ. അതുകൊണ്ട് രക്ഷപ്പെട്ട്. പൈസ പോയില്ല. നമ്മളിനി അടുത്തത് എന്താണെന്ന് അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ഫോണാണ്. H&M സാരിയിലൊക്കെ സെയിൽ. ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ സെയിൽ എടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ അവിടെയൊക്കെ വിന്റർ ആകുമ്പോൾ വിന്റർ സെയിൽ എപ്പോഴും സെയിലുണ്ട്. അപ്പോൾ
ചിലപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാ? അതാണ് നമ്മുടെ പോലെയല്ല. അപ്പം ഞങ്ങൾ ഡെഡിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ നെയിൽസ് ചെയ്ത് ഡ്രസ്സൊക്കെ മേടിക്കുന്നു. അവർ പോലും എനിക്ക് തോന്നുന്നു ഇത്ര പ്രിപ്പയർ ആവുന്നുണ്ടാവില്ല അവരുടെ ആ കാര്യം. ഈ ലോസിറ്റിൻ്റെ ഇതാണ് ഹാൻഡ് ക്രീം. നമ്മളതെനിക്ക് അയച്ചെന്നില്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിയതും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മളെല്ലാം ട്രൈ ചെയ്യും. എന്നിട്ട് മേടിച്ചില്ലെങ്കിലും നമുക്ക് അറിയണമല്ലോ നല്ലതാണോ ചീത്തയാണോ. ഈ ഹാൻഡ് ക്രീം ഭയങ്കര ഫേമസ് ആയിരുന്നു ഗൈസ്. നല്ല മണമാണ്. ഭയങ്കര ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. പക്ഷെ ദേവി അതാരും മേടിക്കല്ലേ. പറയുന്ന പോലെ ഒരു മണമില്ല ഗൈസ് കേട്ടോ. നമ്മളിതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞു തരും കൊള്ളാവോ ചീത്തയാണോ. കൊള്ളത്തില്ല. സോ നമുക്ക് ഇറങ്ങാം. ഈ കമ്പനി എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ അറിഞ്ഞൂടാ. ലോസിറ്റി. എന്തായാലും അതിൻ്റെ സാധനം. താങ്ക് യു. നമ്മള് പ്രൈമാർക്കിൽ കയറി ഗൈസ്. പ്രൈമാർക്ക് കൈ നിറയെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരാവശ്യമില്ലാതെ. അടുത്തതാ ന്യൂ ലുക്കിൽ കയറാൻ പോവുകയാണ് പറയുന്നത്. നോക്കാം. മിൽക്ക് ഷേക്ക് കുടിക്കാൻ വന്നേക്കണം ഗൈസ്. പ്ലസ് എങ്ങനെയുണ്ട് സ്ട്രോബെറി മിൽക്ക് ഷേക്ക്? കുറേ ദിവസമായി മധുരം കഴിച്ചിട്ട്. അപ്പം കുറച്ചാണ് മധുരം പറഞ്ഞൂടാ. പക്ഷേ ഭയങ്കര മധുരമുള്ള പോലെ തോന്നുന്നു. എൻ്റെ വാനിലയാണ്. എനിക്ക് വാനില മാത്രം ഇഷ്ടമുള്ളൂ. എപ്പോഴും സ്ട്രോബെറി കുടിക്കും. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇച്ചിരി മധുരം കുറവാണെങ്കിലേ ഉള്ളൂ. ഓൾറൈറ്റ് ഗൈസ്, നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോകാൻ വേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ 9 o'clock ബസ്സുണ്ട്. നമ്മൾ എന്തൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് ആവശ്യമുള്ള സാധനമൊന്നും കിട്ടിയിട്ടുമില്ല. ആയിഷ് ടോയ്സിൽ പോയി. അപ്പോൾ എന്താണ് ബ്ലൂ വാട്ടറിൽ വന്നാൽ ഇവിടെ ഒരുപാട് ഓഫറൊക്കെ ഉണ്ട്. സെഫോറയുടെ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ എന്താണ് ക്ഷീണമായി. ഇന്ന് എൻ്റെ ചീറ്റ് ഡേ ആയിരുന്നു. മിൽക്ക് ഷേക്കൊക്കെ കുടിച്ചു. അപ്പം അതിൻ്റെ റിഗ്രറ്റ് അടിച്ചിരിക്കുകയാണ്. സോ ഇനി ആഴ്ചയും കൂടെ വന്നിട്ട് ലാസ്റ്റിൽ വൈൻഡപ്പ് പറയാം. ഇനി ബാബുവിൻ്റെയും വൈഷ്ണവിൻ്റെയും കൺവോക്കേഷൻ അന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മളെല്ലാവരും കാണുമായിരിക്കും. സോ അന്ന് നമ്മളിടാൻ പോയ ഡ്രസ്സ് കാണിച്ചു തരാം. ദാറ്റ്സ് ഇറ്റ്. സോ ഇനി ആഴ്ച വന്നിട്ട് കാണാം. നമ്മളപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിക്ക് കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ നിറയെ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനമൊന്നും കിട്ടിയില്ല. പക്ഷേ നമ്മുടെ ഡ്രസ്സ് നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഡ്രസ്സ് തീരുമാനിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്തുള്ളത് തന്നെ നമ്മൾ ഇടാൻ തീരുമാനിച്ചു. വെരി വേസ്റ്റ് ഉള്ള സാധനം ഇടുന്നത് വളരെ മോശപ്പെട്ട കാര്യം. നമ്മൾ കൂടുതൽ അതിനുവേണ്ടി പൈസ കൊടുക്കുന്നില്ല. പക്ഷെ അതിന് പകരം വേറെ പല സാധനങ്ങളും കൂടുതലായിട്ടൊക്കെ മുടക്കി. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള സാധനത്തിന് നമ്മൾ പൈസ മുടക്കിയിട്ടില്ല. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൈസ മുടക്കുന്നത്. 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പുതുമ പോയി. പിന്നെ രസമില്ല. അഹങ്കാരമാണ് കഴിച്ചു നമുക്ക്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുകയാണ് നമ്മൾ. ആൾക്കാർ നാട്ടിൽ വെച്ചുള്ളപ്പോ ഒരു തുണി ഞാൻ 5 വർഷം ഇപ്പം അഹങ്കാരം. അപ്പൊ എന്താണ് വേറെന്താ പറയാനുള്ളത്? നമ്മൾ വീട്ടിൽ പോകുന്നു. ബസ് എടുക്കുന്നു, വീട്ടിൽ പോകുന്നു. കാണാനൊന്നുമില്ല. നാളെ എനിക്ക് ഷിഫ്റ്റ് ഇല്ല. പ്ലസ് ഷിഫ്റ്റ് ഉണ്ടെന്നാ പറയണേ. മറ്റന്നാളാണ് നമ്മുടെ പരിപാടി. അതിന് വേറൊരു വ്ളോഗ് വരുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺ. എല്ലാവരും കാണും. വലിയ വ്ളോഗ് ഇവിടെ ഫാമിലി മൊത്തം ഉണ്ടാകുന്നു. ഇത് ഞാൻ എഫേർട്ട് ഇട്ട് എല്ലാ ക്ലിപ്പും എടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു വീഡിയോ എടുത്തതിന് ഭയങ്കര ഷോർട്ടായി. ഇതതുകൊണ്ട് നമ്മൾ ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ഗ്രാജുവേഷൻ ഡ്രസ്സ് ഹണ്ടിന് വേണ്ടി പോയിരുന്നു. പക്ഷെ അത് ഒരുപാട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നും പോയില്ല. നമ്മൾ അടുത്താ പോയത്. അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകണേന്ന്. സോ അവർ ഡേ ഈസ് ഓവർ. ഗേൾസ് ഡേ ഔട്ട് ഇസ് ഫിനിഷ്ഡ്. യെസ്. സോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. ബൈ ബൈ.